എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഫാങ്ങിന്റെ മകനെ പിക്ക് ചെയ്യാനായി ചെങ്ങും ജിന്നുവും പോകുന്നതാണ്. പുതിയ ഒരാളിങ്ങനെ പിക്കാൻ വരുമ്പോ ക്ലാസ് ടീച്ചർ വിശ്വസിച്ച് ആ കൊച്ചിനെ ചെങ്ങിന്റെ കൂടെ വിടാൻ റെഡിയാവാത്തപ്പോ ഇതെന്റെ അമ്മയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് കുട്ടി തന്നെ മുൻകൈ എടുക്കുന്നു. എന്നിരുന്നാലും വിശ്വാസമാവാതെ ക്ലാസ് ടീച്ചറായിട്ട് വീട്ടിൽ അമ്മയുടെ അടുത്ത് എത്തിയ ഉടനെ ഫോൺ ചെയ്യണമെന്ന് അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിന്റെ ഒക്കെ ഫോട്ടോയും എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ടീം നിങ്ങൾ എന്തെന്നെ പിക്ക് ചെയ്യാൻ വന്നത്, എവിടെ എന്റെ അമ്മ എന്നല്ല അവൻ ചോദിക്കുമ്പോൾ അമ്മ വീട്ടിലുണ്ട്, നമ്മളിപ്പോ എന്തായാലും ഒന്ന് പുറത്തൊക്കെ പോവുക, അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടോ മനഃപൂർവ്വം ഇവർ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയാട്ടെ എന്തോ പ്രശ്നമുണ്ടല്ലേ, ഓക്കെ ശരി എന്ത് ചെയ്യാനാ, വലിയവർക്ക് അവരുടേതായ പ്രശ്നങ്ങള് ചെറിയവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ എന്നും പറഞ്ഞ് തനിക്കൊരു മാത്സ് കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്ലേസേ കിട്ടിയുള്ളൂ എന്നിങ്ങനെ അവൻ സങ്കടം പറയുമ്പോഴേക്കും ഏമിങ് തന്നോട് ഇപ്പൊ മിണ്ടുന്നില്ല, ഒരു അകൽച്ച പാലിക്കുന്നുണ്ട്. അതാണ് തന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടമെന്ന് ജിന്നു അത് കേട്ടോണ്ട് ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വീട് ക്ലീൻ ചെയ്യാനായി ഏമിങ്ങും ഫാങ്ങും കൂടി ഫാങ്ങിന്റെ വീട്ടിലേക്ക് എത്തുമ്പോ അത് മൊത്തം അലങ്കോലമാക്കിയിട്ടിരിക്കാനുള്ള ഹസ്ബൻഡ് നിമിഷ നേരം കൊണ്ട് അയാൾ ആധാരം കൊടുക്കാത്തതിന്റെ പേരിൽ അവിടെയൊക്കെ തച്ച് തകർത്തിരുന്നു. അവൾക്ക് ഭയങ്കര സങ്കടം വന്ന് കരയുമ്പോഴേക്കും ആശ്വസിപ്പിച്ചുകൊണ്ട് ഏമിങ് ഞാനും ആകെ പ്രശ്നത്തില, ചിന്നു എന്നോട് എന്തോ മറക്കുന്നുണ്ട്, എനിക്കത് ഓർക്കുമ്പോ ഭയങ്കര സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ എന്തായാലും അവരവിടെയൊക്കെ ക്ലീൻ ആക്കിയിടുന്നു. പിന്നീട് ഇവരെല്ലാവരും കൂടി ഇവിടെ എത്തുമ്പോഴേക്കും ഏമിങ്ങും ജിന്നുവും അവിടെ നിന്ന് മടങ്ങി പോകുന്ന ടീം. അവൾ അപ്പോഴും അവനോട് ഒരു അടുപ്പമില്ലാത്ത രീതിക്കാണ് സംസാരിക്കുന്നത്. ഇവർ മാരേജ് ചെയ്ത് പലപ്പോഴും ഒന്നിച്ച് കഴിഞ്ഞെങ്കിലും പക്ഷെ ഇപ്പൊ രണ്ട് വീട്ടിൽ താമസിക്കാനായിട്ടാണ് ഏമിങ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഈ രണ്ട് മുത്തശ്ശിമാരും കൂടി ഒരു ജ്വല്ലറിയിൽ പോയി ഇവരുടെ വെഡിങ്ങിന് വേണ്ട ഗോൾഡ് പർച്ചേസ് ചെയ്യാനായി നിൽക്കുന്നു. അങ്ങോട്ടേക്ക് രണ്ടുപേരും അവരുടെ പേരക്കുട്ടിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ഏമിങ്ങിന് ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങളോടൊന്നും തീരെ താല്പര്യമില്ല. അവളായിട്ട് ഇവിടുത്തെ ഡിസൈൻസ് ഒന്നും അത്ര കൊള്ളില്ല, പിന്നെ ഇന്ന് ഗോൾഡിന് പ്രൈസും കൂടുതലാണ്, അതുകൊണ്ട് ഇന്നൊന്നും വാങ്ങണ്ടെന്നും പറഞ്ഞ് മുത്തശ്ശിമാരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. തിരിച്ചു പോകുന്ന ടീം ജിന്നുവിനോട് നമ്മുടെ മാരേജ് ലീഗലി കഴിഞ്ഞെങ്കിലും അത് അത്ര വർത്ത് ആണോ എന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നേ ഇല്ല, ഒന്നും മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. എന്തായാലും ഒരു ചടങ്ങിനൊന്നും ഞാനിപ്പോ റെഡിയല്ല, എനിക്ക് ടൈം വേണം, മിനിമം എന്റെ അമ്മയുടെ കാര്യങ്ങൾ എനിക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത് വരെ ഒരു മാരേജിനൊന്നും ഞാൻ റെഡിയല്ലാന്ന് അവൾ പറഞ്ഞിട്ട് പോകുമ്പോ അവന്റെ മറുപടി പോലും കേൾക്കാനേ അവൾ കാത്തു നിന്നില്ല. അവനെ ഭയങ്കരമായിട്ട് അവളുടെ ഈ വാക്കുകൾ സങ്കടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഏമിങ് ഫാങ്ങിന്റെ കൂടെ, ഫാങ്ങിന്റെ ഹസ്ബൻഡ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവർ കേസ് കൊടുത്തതിന് ജാമ്യത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അയാൾക്കിട്ട് ഒരു പണി കൊടുക്കാനായി പോകുന്നുണ്ട്. അയാൾ ചില ക്ലയൻസിനെ കാണാനായി പോയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇവർ ചെന്ന് അയാളുടെ തനി സ്വഭാവം അവിടെ വെളിപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് സീൻ ഉണ്ടാക്കുന്നുണ്ട്. അതുമൂലം ആ ഒരു ക്ലയന്റ് മീറ്റിംഗ് ക്യാൻസലായി അയാൾക്കിട്ട് ഒരു പണി കിട്ടുമ്പോൾ നല്ല ആശ്വാസം ഫാങ്ങിന് തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും ഇയാളെ പോയി ഞാൻ കല്യാണം കഴിച്ച് എന്റെ ജീവിതം നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് നല്ല സങ്കടമുണ്ട്. കൂടാതെ അവൾ ഏമിങ്ങിനും ജിന്നുവിനും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അതെങ്ങനെയും പറഞ്ഞ് റെഡിയാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങൾ ഒരിക്കലും പിരിയേണ്ടവരല്ല എന്നത് ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും അവൾ അന്ന് ഫാങ്ങിന്റെ കൂടെ ഓരോന്ന് സംസാരിച്ച് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടാണ് തിരിച്ച് വീടിന്റെ അവിടേക്ക് ചെല്ലുന്നത്. അവിടെ എത്തുമ്പോൾ ജിന്നു അവളെ കാണുന്നുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം, എന്തിനിപ്പോ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവളുള്ള കാര്യം പറയുന്നുണ്ട്. അവൻ എന്തൊക്കെയോ അവളോട് മറക്കുന്നുണ്ട് എന്ന് അവൾക്ക് വ്യക്തമാണ്. അവനായി തന്നെ അത് തന്നോട് പറയട്ടെ എന്ന് കരുതിയാണ് താനായിട്ട് അങ്ങോട്ടൊന്നും ചോദിക്കാതിരുന്നത്. പക്ഷെ അവൻ ഒന്നും പറയാതെ തന്നെ അകറ്റി നിർത്തും തോറും വളരെ സ്ട്രേഞ്ച് ആയ ഫീലിങ്സ് ആണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്കൗട്ട് ആവുന്ന തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോഴും അത് കേട്ട് അവൻ ഇങ്ങനെ നിൽക്കാണ്. കൊടുക്കും അവളാകട്ടെ എന്തിനാ അവിടുത്തെ CCTV ഫുട്ടേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അത് അവൾ മനസ്സിലാക്കിയെന്ന് അവന് അപ്പോഴാണ് അറിയുന്നത്. എന്തായാലും അതിനൊരു ഉത്തരവും അവന് പറയാൻ കഴിയുന്നില്ല. അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ദേഷ്യത്തിൽ അവൾ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ആകെ അപ്സെറ്റ് ആവുന്ന അവൻ ആ ഒരു CCTV ഫുട്ടേജ് എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവിടുന്ന് ഡിലീറ്റ് ചെയ്ത ഫുട്ടേജ് വെച്ചാണ് അവനിപ്പോ അമ്മയെ കണ്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന കണക്ക് സംസാരിച്ചത് ആ ഒരു ഫുട്ടേജിന്റെ പിൻബലത്തിൽ. ആ ഫുട്ടേജിന്റെ കാര്യം പറഞ്ഞ് അവൻ അമ്മയോട് ആവശ്യപ്പെട്ടത് പണ്ട് അവന്റെ കയ്യിൽ നിന്ന് അമ്മ 15% ഷെയർസ് കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു, അതിപ്പോ എനിക്ക് തിരിച്ചു വേണം എന്നാണ്. എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ ഏമിങ്ങിന് തായുടെ ഒരു കോള് കിട്ടുന്നുണ്ട്. അവളിങ്ങനെ അമ്മയുടെ കാര്യങ്ങളുടെ അന്വേഷണത്തിന് പുറകിനാണെന്ന് മനസ്സിലാക്കി അവൻ അവന്റേതായ രീതിക്ക് അതൊന്ന് തപ്പിയിരുന്നു. ആ സമയത്താണ് അവനൊരു കാര്യം അറിഞ്ഞത്. ആക്ച്വലി ഏമിങ്ങിന്റെ അമ്മയുടെ മരണത്തിന്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. ഏമിങ്ങിന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ആരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന കാഴ്ച കണ്ടു എന്നത് മൊഴി കൊടുത്ത ഒരാൾ പക്ഷെ പിന്നീട് മൊഴി മാറ്റി, വ്യക്തമായി കണ്ടില്ല, നമ്പർ പ്ലേറ്റ് എന്തോ തെറ്റായിരുന്നു, ആ കാറിനകത്ത് ഉണ്ടോന്ന് തന്നെ എനിക്ക് അറിയില്ല എന്ന രീതിക്ക് പറഞ്ഞു എന്നിങ്ങനെ ആയി പറയുമ്പോ ആരാത്, കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു ഫ്രണ്ട് ജിന്നു അവനാണ് ആളെന്ന് ആയി പറയുമ്പോൾ ഏമിങ് ആകെ ഷോക്കാവുന്നു. അപ്പോൾ തന്റെ അമ്മയുടെ മരണത്തിന്റെ കാര്യമൊക്കെ ജിന്നുവിന് അറിയായിരുന്നു, അവനതിലൊരു വിറ്റ്നസ് ആയിരുന്നു എന്നത് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവൾ ആകെ ഷോക്കിൽ നിൽക്കുമ്പോഴേക്കും ജിന്നു രാവിലെ തന്നെ എങ്ങോട്ടോ യാത്ര പുറപ്പെടാനായിട്ടുള്ള ഒരുക്കാണെന്ന് മനസ്സിലാക്കുന്ന അവൾ വേഗം തന്നെ അവനെ ഫോളോ ചെയ്യാനായി തുടങ്ങുന്നു. അങ്ങനെ അവൾ എത്തുന്നത് ജിയാങ്ബേയിലേക്കാണ്. അവിടെ ഹാൻ ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിലേക്ക് അവൻ കടക്കുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത്. ഈ ഹാൻ ഗ്രൂപ്പ് എന്നത് ജിന്നുവിന്റെ അമ്മ ചെയർമാൻ ആയിട്ടുള്ള കമ്പനിയാണ്. അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും അവൾ ജിയാങ്ബേയിലേക്ക് എത്തിയ കാര്യം അറിഞ്ഞ് കൈ അവളെ വിളിക്കുന്നു കാണുന്നു.
ആണെന്നും ഒക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായതിന്റെ പേരിൽ സോറി പറയുന്നവൻ വാങ്ങിനെ അവൾക്ക് കാണാൻ സാധിക്കാതിരുന്നത് അവൻ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഏത് രീതിയിൽ അവളെ ഹെൽപ്പ് ചെയ്യാം എന്നാണ് അവനിപ്പോ ആലോചിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും ജിന്നുവിന്റെ അമ്മയ്ക്ക് തന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും എന്ന് തോന്നുന്നവൾ ജിന്നുവിന്റെ അമ്മയെ കാണാനായി എന്താ പറ്റിയ ഐഡിയ എന്നൊന്നും ആലോചിക്കുന്ന ടീമാണ്. കൈയുടെ കമ്പനി ജിന്നുവിന്റെ അമ്മയുടെ സ്ഥാപനത്തിന്റെ ഒരു സീപോർട്ട് പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായാല് തനിക്ക് അന്വേഷിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നും അവൾക്ക് തോന്നുന്നത്. അങ്ങനെ അതിന്റെ പേരിൽ അവന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കമ്പനിയിൽ റീജോയിൻ ചെയ്യാനായി അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ കമ്പനിയുടെ സ്റ്റാഫായി മാറി ആ പ്രോജക്റ്റിന്റെ ഭാഗമാകാനായി അവളാകട്ടെ കൈയുടെ കൂടെ ഹാൻഡ് ഗ്രൂപ്പിലേക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാനായി പോകുന്നുണ്ട്. ഈ ഒരു ടീം അവിടെ ജിന്നുവും ഉണ്ടായിരുന്നു. രണ്ടുപേരും അവിടെ വെച്ച് കണ്ട് സത്യത്തിൽ ഇന്ന് ഞെട്ടുന്നുണ്ട്. ആക്ച്വലി രണ്ടുപേരും ഒന്നും പറയാൻ പറ്റില്ല, ജിന്നു ആണ് ഞെട്ടിയത്. കാരണം ഇവളീ കമ്പനിയുടെ ഭാഗമായതൊന്നും തന്നെ അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അവൻ ഇവിടെ എത്തിയെന്ന് അവൾക്കറിയായിരുന്നു. ഇവളായിട്ട് ഇവിടെ വന്നതുപോലും അറിയാതെയാണ് അവനിപ്പോ അവളെ കാണുന്നത്. പിന്നെ രണ്ടുപേരും ഞെട്ടിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൈയുടെ കാര്യമാണ്. കാരണം പണ്ട് ഇവർ ഒന്നിച്ച് ആ ഒരു റേസും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ജിന്നു പോയ ശേഷം ജിന്നുവിനെ കൈ കണ്ടിട്ടേ ഇല്ല. അവനായിട്ട് അന്ന് ഒരു വാക്കും മിണ്ടാതെ ഇവൻ കോമ്പറ്റീഷന്റെ തലേ ദിവസം മുങ്ങിയതിന്റെ പേരിൽ ഭയങ്കര കലിപ്പം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഇപ്പോഴാണ് ജിന്നുവിനെ കാണുന്നത്. അപ്പൊ കൈയാണ് സത്യത്തിൽ അവിടെ ജിന്നുവിനെ പോലെ തന്നെ ഞെട്ടിയിരിക്കുന്നത്. അങ്ങനെ അവർ മീറ്റിംഗ് തുടങ്ങുന്ന ടൈം ജിന്നുവിന്റെ അമ്മ ജിന്നുവിനെ കമ്പനിയുടെ ഒരു ഹയർ ഒഫീഷ്യൽ ആയിട്ടാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം 15% ഷെയർസ് ഇപ്പോൾ തിരികെ നേടി ജിന്നു കമ്പനിയുടെ ഭാഗമാകാൻ തന്നെ മടങ്ങിയെത്തിയതാണ്. ഇതേ ടീം കൈ എയിമിങ്ങിനെ ഇവരിപ്പോ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ മാനേജർ ആയിട്ടാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ രണ്ടുപേരും അവിടെ ഫോർമലായി മാത്രമേ ഗ്രീറ്റ് ചെയ്യുന്നുള്ളൂ. അവർക്കിടയിലെ ബന്ധവും കാര്യങ്ങളും ഒന്നും തന്നെ മുഖത്ത് ഒരു തരി പോലും രണ്ടുപേരും കൊണ്ടുവരുന്നുമില്ല. അങ്ങനെ ആ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന് ശേഷം ജിന്നു വേഗം തന്നെ എയിമിങ്ങിനോടൊന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. കൈയുടെ കമ്പനിയിലേക്ക് എന്തിനാണ് അവൾ മടങ്ങി വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മടങ്ങി വന്ന നിനക്കെന്താ, നീ ഇപ്പോ ഫാമിലി ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ നീ മടങ്ങി വന്നിരുന്നില്ലേ? ഇത്രയും നേരം എന്നെ അറിയാത്ത കണക്ക് ഭാവിച്ച് അവിടെ ഇരുന്നില്ലേ? അപ്പൊ അതേ കണക്ക് ഇരുന്നാ മതി, എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. ആക്ച്വലി ഇവൾ അമ്മയുടെ മരണത്തിന്റെ പിന്നിലെ സത്യങ്ങൾ അന്വേഷിച്ചിറങ്ങി ഇവൾ അപകടത്തിൽപ്പെടരുത് എന്നൊരു രീതിക്കാണ് അവനിപ്പോ മുന്നിട്ട് കാര്യങ്ങൾക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അത് അവളോട് പറഞ്ഞ് അവളെ വീണ്ടും ടെൻഷൻ അടിപ്പിക്കാനോ കൂടുതൽ പ്രശ്നത്തിലേക്ക് വലിച്ചിടാനോ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ അവളെ മാറ്റി നിർത്താനായി നോക്കുന്നതോറും അവളുടെ ഉള്ളിൽ ഇവൻ തന്നെ പറ്റിക്കുന്നു, കള്ളം പറയുന്നു, സത്യങ്ങൾ മറച്ചു വെക്കുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ട് അകൽച്ചയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ പിന്നീട് അമ്മയും ജിന്നുവും തമ്മിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മിസ്റ്റർ വാങ് ഇപ്പോ ജിന്നുവിന്റെ അമ്മയുടെ കസ്റ്റഡിയിലാണല്ലോ. അയാളെ കൊന്നോ അതോ ജീവനോടെ തന്നെ വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും അതിനു മുന്നേ ഇവർ തമ്മിൽ കണ്ട് സംസാരിച്ചതിന്റെ CCTV ഫുട്ടേജ് ജിന്നുവിന്റെ കയ്യിലുണ്ട്. അത് അമ്മയെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴാണ് അമ്മ വാങ്ങിനെ തന്നെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അത് ജിന്നുവിനും അറിയാം. അവൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പൊ അവനെ കമ്പനിയിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത്. ആ ഒരു CCTV ഫുട്ടേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് നീ ആവശ്യപ്പെട്ട കണക്ക് തന്നെ അല്ല ഞാൻ ചെയ്തില്ല എന്നൊക്കെ അമ്മ പറയുമ്പോൾ എന്നെ ആ ഒരു പ്രോജക്റ്റിന്റെ ചുമതല ഏൽപ്പിക്കണം എങ്കിൽ ഞാൻ ആലോചിക്കാവുന്നില്ല. അവൻ പറയുമ്പോൾ നീ എന്നോട് റിവെഞ്ച് എടുക്കാൻ തന്നെ മടങ്ങി വന്നിരിക്കല്ലെന്നെല്ലാം അമ്മ ദേഷ്യപ്പെടുമ്പോ മനസ്സിലായല്ലോ, പിന്നെ കൂടുതൽ സംസാരമൊന്നും വേണ്ട, അതുകൊണ്ട് പറയുന്ന കണക്ക് ചെയ്യുന്ന അവൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാങ്ങിനെ ഇപ്പോ കാണാതായതിനെ പറ്റി എനിക്കറിയാവുന്ന ഒരു കാര്യവും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. പിന്നെ നമ്മളൊക്കെ ഒരു ഫാമിലിയാ, അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ അങ്ങ് വഷളാവാൻ വേണ്ടി വെറുതെ എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് അവൻ പറയുന്നു. അങ്ങനെ പിന്നീട് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെറിയൊരു സെലിബ്രേഷൻ ഇവരെല്ലാം ഒത്തുകൂടുന്നുണ്ട്. അതിന്റെ ആ ഒരു സൈൻ ആയതിന്റെ ചെറിയൊരു ഒത്തുകൂടൽ. ആ ഒരു ടീം അവിടെ കായും ജിന്നുവും തായും സംസാരിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഈ സമയത്തെല്ലാം ജിന്നുവിനോടുള്ള ഇഷ്ടക്കേട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കായ് അവിടെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. കൂടാതെ അവിടെ എയിമിങ്ങിനെ ഇതെന്റെ കമ്പനിയുടെ ബ്യൂട്ടിയാണ്, അവളാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെന്നൊക്കെ കുറച്ച് ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അതൊന്നും തന്നെ ജിന്നുവിന് ഇഷ്ടപ്പെടുന്നില്ല. തായ് ആകട്ടെ ഇത് ജിന്നു ഞങ്ങളുടെ ഫ്രണ്ടാണ്, പിന്നെ ഹാൻഡ് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറും കൂടിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഒന്നും അറിയാത്ത കണക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഈ ഒരു ടീം ഡ്രിങ്ക്സ് അടിക്കാനായി ജിന്നുവിനെ തായ് നിർബന്ധിക്കുമ്പോൾ വേണ്ട എന്ന് അവൻ പറയുമ്പോൾ ഓ എന്താ ഡ്രിങ്ക്സ് അടിച്ച അമ്മ വഴക്കു പറയുമെന്നെല്ലാം കുത്തി എയിമിങ് സംസാരിക്കുമ്പോൾ എങ്കിൽ വാ നമുക്ക് ഒന്നിച്ച് ഡ്രിങ്ക്സ് അടിച്ച് സംസാരിക്കാന്ന് ജിന്നു എയിമിങ്ങിനോട് പറയുന്ന ടീം അത് കൈക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ എന്തിനാ ഡ്രിങ്ക്സ് അടിക്കുന്നത്, അവൾക്ക് ഓരോ ഞാൻ അടിക്കാന്ന് കായ് പറയുമ്പോൾ അത് പറയാൻ നീ ആരാ, അവൾക്ക് വേണ്ടി ഡ്രിങ്ക്സ് അടിക്കാൻ നിനക്ക് എന്താ അവകാശം ഉള്ളതെന്നെല്ലാം ജിന്നുവിന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എയിമിങ് മാരിഡ് ആണെന്ന് കേട്ടല്ലോ, പിന്നെ നിനക്ക് എന്ത് അധികാരം അവൾക്ക് പകരം കുടിക്കാമെന്ന് പറയാനെല്ലാം കൈയോട് ജിന്നു ദേഷ്യപ്പെടുമ്പോൾ ഓ അതൊക്കെ ചുമ്മാ ആളുകൾ പറയുന്ന, ഇവൾ മാരിഡ് ഒന്നും അല്ല, ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് കൈ എയിമിങ്ങിന്റെ ദേഹത്ത് കൈ ഇട്ടിങ്ങനെ ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോഴേക്കും എയിമിങ് അവനെ തട്ടി മാറ്റി മാറിപ്പോന്നു. അവൻ സമാധാനിപ്പിക്കാനേ പിറകെ പോയി സംസാരിക്കുമ്പോൾ ഞാൻ മാരിഡ് ആണെന്ന് പറഞ്ഞിട്ടും എന്തിനാ ഇത്രയും അധികാരം എന്നോട് കാണിക്കുന്നതെന്നെല്ലാം അവൾ ദേഷ്യപ്പെടുമ്പോൾ നീ മാരിഡ് ആണെന്ന് പറയുന്നല്ലാതെ ആളാരാണെന്ന് പറയുന്നില്ലല്ലോ എന്നെല്ലാം കൈ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തിനെപ്പോഴും നീ എന്റെ ഹസ്ബൻഡിനെ പറ്റി തിരക്കിക്കൊണ്ടിരിക്കുന്നത്, നിനക്ക് അയാളോട് ഇത്രയും ക്രഷ് ആണോ എന്നെല്ലാം അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ നിന്നോടുള്ള കൺസേൺ കൊണ്ടാ ചോദിക്കുന്നതെന്നെല്ലാം അവനും പറയുന്നു. ഇതേ ടീം മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു തായിയും ജിന്നുവും. എടാ നിന്റെ നാട്ടിലുള്ള ഏതോ പയ്യനെയാ എയിമിങ് കല്യാണം കഴിച്ചിരിക്കുന്നത്, നിനക്ക് ആ പയ്യനെ വല്ലതും അറിയാവുന്നില്ല തായ് ചോദിക്കുമ്പോ പിന്നെ അറിയാലോ അത് ഞാൻ തന്നെയാണെന്ന് ജിന്നു പറയുമ്പോഴാണ് തായ് പോലും ആ കാര്യം അറിയുന്നത്. ഇതേ ടീം എത്ര ചോദിച്ചാലും ഇവളൊന്നും പറയില്ല എന്ന് മനസ്സിലാക്കി
കിടക്കുന്ന കൈ ആകെ സഹിയിട്ട് നിൽക്കാണ്. ഒന്ന് മാറിക്കേ, എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് അവൾ പറയുമ്പോൾ അവൻ അവളുടെ പുറകെ പോകുന്നുണ്ട്. എങ്ങോട്ടേക്കാണെന്ന് അവൾ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ജെൻസിന്റെ വാഷ്റൂമിലേക്കാന്ന് പറഞ്ഞ് അവൻ അങ്ങ് മാറിപ്പോന്നു. ഇതൊക്കെ നിന്ന് കണ്ടും കേട്ടും ജിന്നുവിന് സഹിക്കാനേ വയ്യ. കൈ എയ്മിങ്ങിന്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നല്ലോ എന്ന് കലിപ്പാകുന്ന അവൻ എയ്മിങ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ അവളെ പിടിച്ചു വലിച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. നീ എന്തിനാ എന്നെ ആളുകളുടെ മുന്നിൽ അവോയ്ഡ് ചെയ്യുന്നത്? ഒട്ടും അറിയാത്ത കണക്കൊക്കെ ഇങ്ങനെ പെരുമാറി മാറ്റി നിർത്തുന്നത് എന്തിനാണെന്നെല്ലാം ദേഷ്യപ്പെടുന്നവൻ എന്താ കൈയെ പേടിയാണോ? നീ ഞാനും കല്യാണം കഴിച്ചെന്ന് കൈ അറിഞ്ഞാല് അവൻ നിന്നോട് എന്തെങ്കിലും ദേഷ്യം കാണിക്കുന്നോ കമ്പനിയിൽ ചേർക്കില്ലെന്നോ അങ്ങനെ വല്ല പേടിയുണ്ടോ നിനക്കെന്നല്ല ജിന്നു ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും ഒരു പേടിയില്ല. പേടിയല്ല നിനക്കല്ലേ, അതുകൊണ്ടല്ലേ ഓരോ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത്. നീയല്ലേ എല്ലാം മറച്ചു വെക്കാൻ ആദ്യം തുടങ്ങിയെന്നൊക്കെ അവൾ അവനോട് ദേഷ്യപ്പെടുമ്പോൾ അവൻ അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം ശരിയാണ്, അവളോട് അവൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവൻ മറച്ചു പിടിക്കുന്നുണ്ട്. അത് പക്ഷെ അവളുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ ആയതുകൊണ്ട് തന്നെ അവനിപ്പോ എന്തായാലും അതൊന്നും പറയുന്നില്ല. അങ്ങനെ ആ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന ടീം ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് എയ്മിങ്ങിനോട് ജിന്നു പലതവണ പറഞ്ഞെങ്കിലും അവൾ കേൾക്കുന്നില്ല. അവൾ കൈയുടെ കൂടെയാണ് പോകുന്നത്. പോകുന്ന ടീമും കൈയായിട്ട് അവളുടെ ഹസ്ബൻഡ് ആരാണെന്ന് അറിയാനൊക്കെ കുറെ നേരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും പറയുന്നില്ല. വാങ്ങിനെ പറ്റി വല്ലതും പറയാനുണ്ടെങ്കിൽ പറ, അത് മാത്രം എനിക്ക് കേട്ടാൽ മതി എന്നായിരുന്നു അവൾ പറയുന്നത്. ഈ ടീം ഇപ്പൊ ഇവർ ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്ന ആ പ്രോജക്ട് ആക്ച്വലി വാങ് ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് ആണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് വാങ് ആകട്ടെ എയ്മിങ്ങിന്റെ ഒക്കെ നാടില്ലേ അവിടെ ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ പേരിൽ കേസിൽപ്പെട്ട് ജയിലിലായിരുന്നു. ആ സമയത്താണ് ആ പ്രോജക്റ്റ് ഇപ്പൊ ഈ ഹാൻഡ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുന്നതെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും തന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ജിന്നുവിന്റെ അമ്മയ്ക്ക് അറിയാം എന്നത് വ്യക്തമാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവിടേക്ക് ജിന്നു എത്തുന്നുണ്ട്. മുറിക്കകത്ത് കയറരുതെന്ന് അവൾ പലതവണ അവനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടെങ്കിലും ഞാൻ നിന്റെ ഹസ്ബൻഡാണ്, മുറിയിൽ കയറാനായിട്ടുള്ള എല്ലാ അധികാരവും എനിക്കുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്ന ടീം നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം, അത് മതിയെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയാണ്. നിന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ പങ്കുണ്ട്, അതുമൂലം നീ അപകടത്തിലാവരുത്. എന്റെ അമ്മ നീ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ സ്ത്രീയല്ല എന്ന് പറഞ്ഞ് അവർ എന്തും നേടിയെടുക്കാനായി ഏതറ്റം വരെയും പോവും, ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരാളാണെന്നൊക്കെ ജിന്നു പറയുന്നത് എയ്മിങ് കേൾക്കുന്നില്ല. ഇവർക്കിടയിൽ കാര്യങ്ങൾ സെറ്റാവില്ല, വിവാഹബന്ധം വേർപെടുത്താം, വേഗം സൈൻ ചെയ്തിട്ട് പോകുന്നു പറഞ്ഞ് അവനെ എന്തോ ഒരു ഡോക്യുമെന്റിൽ സൈൻ ചെയ്യാനായി അവൾ ആവശ്യപ്പെടുമ്പോൾ അവൾ ഭയങ്കരമായി കരയുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ഫാങ്ങിനെ വിളിച്ച് ഞങ്ങൾ പിരിയാനായി തീരുമാനിച്ചെന്ന കാര്യങ്ങളൊക്കെ അവൾ പറയുമ്പോൾ അതൊന്നും അത്ര എളുപ്പമല്ല. കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുള്ള എനിക്ക് തന്നെ പിരിയാനേ പറ്റുന്നില്ല. അപ്പോഴാ ഇപ്പൊ ജസ്റ്റ് നൗ വിവാഹിതരായ നിങ്ങൾ, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, എല്ലാം കലങ്ങി തെളിയുന്നേ, ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ഫാങ് അവളെ സമാധാനിപ്പിക്കുന്നു. ഇതേ ടീം ഫാങ്ങിന്റെ ഹസ്ബൻഡ് ചെങ് ഇപ്പൊ ഫാങ്ങിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് തനിക്ക് ഫാങ്ങിനെ അങ്ങനെ കൺവിൻസ് ചെയ്തെടുക്കാൻ സാധിക്കാത്തത് എന്ന് മനസ്സിലാക്കി ചെങ്ങിനും ഫാങ്ങിനും ഇടയിൽ അവിഹിത ബന്ധമുണ്ട് എന്ന രീതിക്ക് റൂമർ സ്പ്രെഡ് ആക്കുന്നു. അവന്റെ ബാറിനെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് ഒക്കെ നടത്തുകയാണ്. ഒരു ഫാമിലിയെ തകർത്തവനാണ് അവനെന്ന രീതിക്കൊക്കെ. അതുകൊണ്ട് തന്നെ അവന്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ വളരെ മോശമായി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ കാര്യം മനസ്സിലാക്കുന്ന ഫാങ് നമ്മൾ ഇനി കോണ്ടാക്ട് ഒന്നും വേണ്ട, വെറുതെ നിന്റെ ലൈഫ് എന്നെ ഹെൽപ്പ് ചെയ്യാനായി വന്ന് സ്പോയിൽ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് അവന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ അകറ്റാനായി നോക്കുമ്പോൾ പക്ഷെ അവൻ അതിന് തയ്യാറാവുന്നില്ല. ഈ ഗോസിപ്പും കാര്യങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് നിങ്ങളൊക്കെ വലുതെന്ന് പറഞ്ഞ് അവളെയും കുഞ്ഞിനെയും അവന് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അവൾക്ക് എന്ത് പറയണമെന്ന് തന്നെ അറിയില്ല. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കൈയാകട്ടെ ആ പ്രോജക്റ്റിന്റെ ചുമതല കമ്പനിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന എയ്മിങ്ങിനെ ഏൽപ്പിച്ചു എന്ന കാര്യം അപ്പോഴേക്കും ജിയാങ് അറിയുന്നുണ്ട്. അവൾക്ക് ഭയങ്കര കലിപ്പാവുന്നു. അവളാകട്ടെ അതിന്റെ പേരിൽ ഒരുപാട് തട്ടിക്കയറുന്നുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് എനിക്കല്ലായിരുന്നോ തരേണ്ടത്, ഇതിപ്പോ അവൾക്ക് കൊടുത്തത് അവളോടുള്ള നിങ്ങളുടെ താല്പര്യം കൊണ്ടല്ലേ, അവളെ മാരീഡാ, അത് വല്ലതും അറിഞ്ഞിട്ടാണോ ഇപ്പോഴും അവൾ പുറകെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന് കൈ പറയുമ്പോൾ ഭയങ്കര കലിപ്പാകുന്ന അവൾ. അപ്പോഴാണ് ഹാൻഡ് ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്ന് ഈ ഒരു പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ജിന്നു ആണെന്ന് അറിയുന്നത്. അവൾക്ക് ചില പദ്ധതികൾ ഉള്ളിൽ തോന്നുന്നുണ്ട്. അവൾ അതിന്റെ പുറത്ത് നേരെ ജിന്നുവിനെ ചെന്ന് കണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണെന്ന കാര്യം നിന്റെ അമ്മയ്ക്കോ കൈക്കോ ഒന്നും അറിയില്ലല്ലേ, അതിപ്പോ ഞാൻ റിവീൽ ചെയ്താ എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ പ്ലാൻ ചെയ്തോണ്ടാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അറിയണ്ടെങ്കിൽ ഞാനത് പറയണ്ടെങ്കിൽ എന്നെ പ്രോജക്റ്റിന്റെ ഭാഗമാക്കണം, അതിന് കൈയോട് നീ തന്നെ സംസാരിക്കണമെന്ന് ജിന്നുവിനോട് പറയുമ്പോൾ അവൻ അത് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവൻ ഈ പ്രോജക്റ്റിന്റെ മീറ്റിംഗിന് കണ്ടുമുട്ടുന്ന ടീം ഇവരാണ് ഈ പ്രോജക്റ്റ് ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അധികാരം ഉപയോഗിച്ച് ജിയാങ്ങിനെ പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ എയ്മിങ്ങിനേക്കാൾ കൂടുതൽ ചുമതല നൽകി ഏൽപ്പിക്കാനായി കൈയോട് നിർദ്ദേശിക്കുമ്പോൾ എയ്മിങ്ങിന് അത് ഭയങ്കര കലിപ്പാവുന്നുണ്ടായിരുന്നു. ഇതേ ടീം ചെങ്ങിന് നാട്ടിലിപ്പോ കുറച്ച് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന ജിന്നു ചെങ്ങിനെ അവന്റെ കമ്പനിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുന്നത് വരെ ആ കമ്പനിയിലെ എയ്മിങ് വിളിച്ചിട്ടാണ് താൻ വരുന്നത് എന്ന രീതിക്കാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ വരുമ്പോഴാണ് ജിന്നു ഈ കമ്പനിയുടെ ടോപ്പ് ഒഫീഷ്യൽ ആണെന്ന കാര്യം അവൻ അറിയുന്നത്. അവനറിയാവുന്ന ജിന്നു അവന്റെ സ്ഥാപനത്തിലെ വെറും ഒരു സ്റ്റാഫ് ആയിരുന്നല്ലോ, ബാറിലെ വെറും ഒരു സ്റ്റാഫായിട്ട് കണ്ടിരുന്ന ആള് ഈ ഒരു കമ്പനിയുടെ ഇത്രയും വലിയ ആളാണ്, വലിയൊരു ഫാമിലി എന്ന് വരുന്ന ഒരാളാണ്, ഈ ഒരു കമ്പനിയുടെ ചെയർമാന്റെ മകനാണെന്ന കാര്യങ്ങളൊക്കെ സത്യത്തിൽ അവന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ഇവിടെ കമ്പനിയുടെ ആ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ചെങ്ങിനെ കൂടെ നിൽക്കാനായി ജിന്നു ആവശ്യപ്പെടുമ്പോൾ എന്നെ പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കുന്ന എന്തിനാണെന്ന് ചെങ്ങ് അന്തം വിടുമ്പോഴേക്കും എനിക്ക് അതിന്റെ പിന്നില് ചില രഹസ്യങ്ങളുണ്ട്, ഞാനത് നിന്നോട് പറയാന്ന് പറഞ്ഞ് അടുത്തെങ്ങും ആരുമില്ല, ആരും അത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ചില കാര്യങ്ങൾ ജിന്നു ചെങ്ങിനോട് പറയാനായി തുടങ്ങുന്നു. അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടം
ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.